നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം പാലായിൽ ഭാര്യ മാതാവിന് നേരെ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവർക്കും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. അന്ത്യാളം സ്വദേശി നിർമ്മല, മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത്. നിർമ്മലയ്ക്ക് 60 വയസ്സും മനോജിന് 42 വയസ്സുമായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് മനോജ് നിർമ്മലയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. പൊള്ളലേറ്റ രണ്ടുപേരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. കുടുംബ വഴക്കാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ആക്രമണം നടത്തി. മനോജ് സ്ഥിരമായി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട നിർമ്മലയുടെ ഭർത്താവിന്റെ അമ്മ കമലാക്ഷി പറഞ്ഞു. ഇന്നലെ മനോജ് കൊല്ലും എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വന്നത്. വീടിനുള്ളിൽ വെച്ചാണ് തീ കൊളുത്തിയത്. മനോജിന് ഭാര്യയെ സംശയമായിരുന്നുവെന്നും ഭാര്യയോടുള്ള ദേഷ്യമാണ് അമ്മായിയമ്മയെ കൊല്ലാൻ കാരണമെന്നും കമലാക്ഷിയും വ്യക്തമാക്കി. മനോജിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. മനോജിനെതിരെ വീട്ടുകാർ മുൻപും പോലീസിൽ പരാതി നൽകിയിരുന്നു. മാത്രമല്ല, ഇയാൾ സ്ഥിര പ്രശ്നക്കാരനായിരുന്നുവെന്നാണ് ഇപ്പോൾ മറ്റുള്ളവർ നൽകുന്ന മൊഴി. കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരൻ മകനുമായി മനോജ് ഭാര്യ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ സ്വന്തം ശരീരത്തും ഭാര്യ മാതാവിന്റെ ദേഹത്തും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നിർമ്മലയുടെ ഭർത്താവ് സോമൻ ഈ സമയത്ത് പുറത്തു പോയിരിക്കുകയായിരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. കോട്ടയത്ത് തന്നെ ഒരു പോലീസുകാരൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ച സംഭവം. അതിൽ ഈ കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുകയാണ്. പ്രതി ജിബിൻ ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു തട്ടുകട ഉടമയുടെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് തെള്ളകത്തെ തട്ടുകടയിൽ ജിബിൻ ജോർജ് സംഘർഷമുണ്ടാക്കിയത് എന്നാണ്. 7 കേസുകളിൽ പ്രതിയാണ് കൊടും കുറ്റവാളിയായ ജിബിൻ ജോർജ്. ഇയാൾക്ക് ജാമ്യം കിട്ടുന്നതിന് മുൻപ് പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുക എന്ന നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ മേൽനോട്ടത്തിൽ ഏറ്റുമാനൂർ SHO നടത്തുന്ന അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. ഉടൻ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. തട്ടുകടക്കാരന്റെ കൊട്ടേഷൻ സംബന്ധിച്ച തെളിവുകൾ കിട്ടിയാൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും. തട്ടുകട ഉടമകൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടാണ് പ്രതി സംഘർഷം സൃഷ്ടിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. മറ്റൊരു തട്ടുകടക്കാരൻ പറഞ്ഞതനുസരിച്ച് കൊട്ടേഷൻ ഏറ്റെടുത്തു വന്ന ജിബിൻ കടയ്ക്ക് മുന്നിലെത്തി സംഘർഷം ഉണ്ടാക്കിയെന്നാണ് നടത്തിപ്പുകാരിയായ സാലിയുടെ മൊഴി. ഫോൺ രേഖകൾ പരിശോധിച്ച് ഇത് ഉറപ്പിക്കും. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവറും സിവിൽ പോലീസ് ഓഫീസറുമായ ശ്യാം പ്രസാദ് തട്ടുകടക്കാരും ജിബിനും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനിടെയാണ് ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. വഴിയിലിട്ട് തുടർച്ചയായി നെഞ്ചിൽ ചവിട്ടിയതോടെ വാരിയിൽ ഒടിഞ്ഞു കയറി ശ്വാസകോശത്തിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമായത്.